അല്ല, ഞങ്ങൾ പരമാവധി യോഗത്തിലൊക്കെ പറഞ്ഞായിരുന്നു വോട്ട് ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ ഒന്നും ആവാൻ കാത്തു നിൽക്കണ്ട. ഫസ്റ്റ് തിങ് ടു ഡു ഇൻ ദ മോർണിംഗ് അതാവണം നമ്മുടെ പോളിസി എന്നുള്ളത് പരമാവധി ഞാൻ ചെല്ലുന്ന യോഗങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പല യോഗങ്ങളിലും ഞങ്ങൾ നേരം പുലരുവോളം നടന്ന യോഗങ്ങളിലൊക്കെ അവരോടത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത്. വടകരക്കാർ പറഞ്ഞത് ചെയ്യുമെന്നുള്ളത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അതൊക്കെ ഞങ്ങൾക്ക് ഫേവറബിളായിട്ട് മാറുന്നുള്ള പ്രതീക്ഷയിലാണ്. പരമാവധി സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാം, ചില ബൂത്തുകളൊക്കെ ഒന്ന് സന്ദർശിക്കാം, ലീഡേഴ്സിനെ കാണുക. അതിനുവേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ടൈമിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യും. ഇനി പാലക്കാട് ചെന്നപ്പോഴും ചൂടിനെ പറ്റി തന്നെ ചോദിച്ചത് അത് രാവിലെ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ചൂട് സഹിക്കാം. ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഈ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ആളുകളെ, അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളെ, നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണകൂടങ്ങളെയൊക്കെയാണ് ഇപ്പം സഹിക്കാൻ പറ്റാത്തത്. അപ്പം ചൂട് സഹിച്ചിട്ടാണെങ്കിലും ജനങ്ങൾ ആ ഒരു ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ പോളിങ്ങും ക്യൂ ഒക്കെ കാണുന്നത്. മൂപ്പർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, മറിച്ച് പറയാൻ പറ്റും. അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതന്നെ ഒരു മുൻകൂർ ജാമ്യമാണ്. ഒരു മുൻകൂർ ജാമ്യം ആളുകളുടെ മുമ്പിൽ മൂവ് ചെയ്താണ്. ഇത് വിലയിരുത്തലാവും. രണ്ട് ഭരണകൂടങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. ആ വിലയിരുത്തലിൽ ഉണ്ടാവാൻ പോകുന്നത് 20 സീറ്റും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തിലേക്ക്, ഞങ്ങൾക്ക് അനുകൂലമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും അനുകൂലമായിട്ട് ഒരു വിധിയെഴുത്തിലേക്ക് അത് മാറും. ഇല്ല, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്കതൊരു ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അത് ഒരു പരിപാടിയിലോ ഒരു ദിവസമോ ഒരു കോൺസെൻട്രേറ്റഡ് ഇവൻറ്റിലോ അല്ലെങ്കിൽ പരിപാടിയിലോ അല്ല. ഞങ്ങൾക്കത് കഷ്ടപ്പെട്ട് ഓർഗനൈസ് ചെയ്യാതെ തന്നെ ആളുകൾ സ്വമേധയാ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇന്ന് രാവിലെ പേരാമ്പ്രന്നൊരു ബൂത്തിൽ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ അശോമാഷൊക്കെ പറഞ്ഞു അവിടെ രാവിലെ ബൂത്തിലിറങ്ങുന്ന ആളുകളുടെ വർക്കേഴ്സിൻ്റെ എണ്ണം സാധാരണ ഉണ്ടാവാറുള്ള 2-3 ആളുണ്ട് രാവിലെ നേരത്തെ. ആ 2-3 പേര് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്രാവശ്യം അവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു വർക്കേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സെൽഫ് ഇനീഷ്യേറ്റീവാണ്. ആരും അവരെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സംഘടനാ കടുംപിടുത്തങ്ങളോ സംഘടനാ ശാഠ്യങ്ങളുടെ ഭാഗമായിട്ടല്ല. നല്ല ഇൻവോൾവ്മെൻറ്റ് UDF വർക്കേഴ്സിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനത്തിലുടനീളം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പുറമെ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഇപ്പോൾ ഞങ്ങളുടെ ഒരു റാങ്ക് ആൻഡ് ഫയലിലോ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ അല്ലാത്ത തന്നെ ഒരുപാട് ആളുകൾ തെരുവിലും വീടുകൾക്ക് മുന്നിലും കവലകളിലും പല സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോഴൊക്കെ പിന്തുണയായിട്ട് പര്യടനമൊക്കെ പോകുമ്പോൾ പര്യടനം ലേറ്റ് ആവാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം മുൻനിശ്ചയിക്കാത്ത പോയിന്റുകളിൽ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവരെ കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നിർത്തി വരുന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ വടകരയിലെ ജനസഞ്ചയം നയിച്ചൊരു തെരഞ്ഞെടുപ്പാണിത്. ജനങ്ങൾ ഇത് നയിച്ചത് സ്ഥാനാർത്ഥിയൊന്നുമല്ല, ഈ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് ജനങ്ങളാണ്. അത് കൊണ്ടു നടന്നതും ജനങ്ങളാണ്. കലാശക്കൊട്ട് വരെയും കണ്ടു, ഇന്ന് ബൂത്തുകളിലും കാണുന്നു. അത് പോളിങ്ങിലും നാളെ വോട്ടിങ്ങിലും അത് കാണും. നല്ല ആത്മവിശ്വാസത്തിലാണ്. അപ്പോഴും ഞാൻ പറയും അഹങ്കരിക്കുന്നുമില്ല.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.